ഞാൻ എൻ്റെ ഒരു സിനിമയുടെ വർക്കിൻ്റെ സമയത്ത് കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്ക് യാത്രയാണ്. ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണ്. കുറേ കഥകളൊക്കെ പറഞ്ഞ് ഒരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെ കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തിരൂരിൽ നിന്നും ഒരു നോർത്ത് ഇന്ത്യക്കാരനെ പോലെ തോന്നുന്ന ഒരാൾ കയറി. വലിയ ബാഗുകളൊക്കെ എടുക്കുന്നത് കുത്തി നിറച്ച ബാഗുമായിട്ട് ഇങ്ങനെ തിക്കി തിരക്കി കയറിയിരുന്നിട്ട് ഞങ്ങളുടെ കൂപ്പയിലേക്ക് വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ കൂപ്പയിൽ 3-4 പേരുണ്ട്. അപ്പോൾ ഇയാൾ വന്നിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരുടെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ തിരിക്കും. അപ്പോൾ ഇയാൾ പക്ഷേ ഞങ്ങളുടെ ചിരി അവഗണിച്ചു. പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ഇയാൾ ഞങ്ങൾ ശ്രദ്ധിക്കാതെ ബാഗ് തുറന്നുകൊണ്ട് അതിനുള്ളിൽ നിന്ന് ചെറിയ ചില പാക്കറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ആളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ നെല്ല് കുത്തുന്ന പഴയകാലത്ത് മില്ലിൻ്റെ അള്ളറിലേക്ക് നെല്ലിടുമ്പോൾ ഇങ്ങനെ വലിച്ച് സക്ക് ചെയ്തെടുക്കില്ല, അതുപോലെ ഇയാളിങ്ങനെ ഈ തീറ്റപ്പണ്ടാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക. ഞങ്ങൾക്ക് വേണമോ എന്ന് ചോദിക്കുന്നത് പോട്ടെ, അത് വേണ്ട. പക്ഷേ ഇയാൾ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. പതുക്കെ സൈലൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ആ ഒരു സംവാദത്തിന് ഒരു അസ്വസ്ഥത പടരുകയാണ്. വെറുതെ ഒരു അസ്വസ്ഥത. ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞങ്ങൾ സൈലൻ്റായി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിയിട്ട് വർത്തമാനം ചിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പേടിച്ചിട്ട് എന്ന പോലെ ഞങ്ങൾ കോറിഡോറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഇയാൾ ടോയ്ലറ്റിലേക്ക് ഇടയ്ക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ സൈലൻ്റായി. വളരെ സീരിയസ് ആയിട്ട് ഡിഫൻറ്റീവായിട്ട് കൈയൊക്കെ കിട്ടി നിൽക്കും. അയാൾ പോയി കേൾക്കും, സമാധാനം, ഒന്നും പറയുന്നൊന്നുമില്ല ആരും. അതങ്ങനെ തുടർന്നു. ഷൊർണൂർ എത്തിയപ്പോൾ വേറെന്തോ ഭക്ഷണം വാങ്ങിച്ചു. TTRൻ്റെ അടുത്തെന്തോ പറയുന്നത് കേട്ടു. പാലക്കാട് എത്തിയപ്പോൾ വീണ്ടും ഭക്ഷണം വാങ്ങിച്ചിട്ട് അയാൾക്ക് അവിടെ നിന്ന് 1-2 അപ്പുറത്തുള്ള ഏതോ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട പേരെനിക്ക് ഓർമ്മയുണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങണം. ഇയാൾ എൻ്റെ നേരെ മുമ്പിലുള്ള കൂപ്പയിൽ ഇയാൾ കയറി കിടന്നു. ബിരിയാണിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിച്ച് എമ്പൊക്കെ കൂട്ട് വലിയ വയറൊക്കെ ഉണ്ടോ എല്ലാം തട്ടിച്ചിട്ട് നോർത്ത് ഇന്ത്യനാണ്. ഇയാൾ അവിടെ കിടന്ന് ഉറങ്ങാണ്. യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കൈ തട്ടി. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ നേരെ മുന്നിൽ കിടന്നിട്ട് അയാൾ പാനി എന്ന് പറഞ്ഞു. ആകെ അത് സംസാരിച്ചാൽ അത്രയും മണിക്കൂറുകൾ പോയിട്ട് പാനി. അപ്പം നമ്മൾ അന്ന് കുപ്പിയിലാണ് വെള്ളം, അന്ന് മിനറൽ വാട്ടർ ഒന്നും ഇല്ല, ഈ കുപ്പിയിലാണ് വെള്ളം. ആ കുപ്പിയിലെ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുള്ളൂ, ഒരു കാൽഭാഗം. ഇയാൾ ഈ വെള്ളം കുടിച്ചു, കംപ്ലീറ്റ് വെള്ളം കുടിച്ചു. ആളൊരു താങ്ക്സ് പോലും പറയാതെ അയാൾ അതേപടി കിടന്നു. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ബഹളം കേട്ടാണ് ഞാൻ ഉണരുന്നത്. ഞാൻ ഉണരുമ്പോൾ ചുറ്റും ആൾക്കൂട്ടമാണ്. വണ്ടി നിന്നിരിക്കുന്നു. അപ്പോൾ ചങ്ങലൊക്കെ പിടിച്ച് ആരോ നിർത്തിയിരിക്കുക. അപ്പോൾ എന്താ സംഗതി? ഞെട്ടലോടെ അറിയുന്നത് ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ മരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒരു ചിരി ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അയാൾ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് അയാളുടെ പ്രയാസം ഞങ്ങളോട് പറയുമോ? ഉറപ്പല്ലേ? ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾ അറിയിക്കും, വേണ്ടപ്പെട്ടവരെ അറിയിക്കും. അടുത്ത ഉടനെ സ്ഥലത്ത് അവർക്ക് വൈദ്യസഹായം കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഇല്ലേ? അപ്പോൾ ഒരു ചിരി ഇല്ലാതാക്കിയുണ്ട് ഒരു ജീവിതത്തെ.